ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു അറിയിപ്പ് വീഡിയോ ആണ്. നമുക്ക് കൃഷിഭവൻ വഴിയായിട്ട് ഹൈബ്രിഡ് പച്ചക്കറി തൈകളും അതേപോലെ തന്നെ കുറച്ച് വളവും ജൈവ കീടനാശിനികളും അതേപോലെ ഡോളോമേറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സബ്സിഡി ആയിട്ട് വീണ്ടും കൃഷിഭവൻ വഴി കൊടുക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയത് കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ അത് നിങ്ങളെ കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അത് എൻ്റെ കയ്യിലിരിക്കുന്ന പച്ചക്കറി തൈകൾ കണ്ടോ, ഇതെല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതേ 12 പച്ചമുളകിൻ്റെ തൈയുണ്ട്. ഇത് കണ്ടോ, 12 പച്ചമുളകിൻ്റെ തൈയുണ്ട്. അതേപോലെ തന്നെ അത്രയും തന്നെ കണ്ടോ, ഇത് 7 വഴുതനയുടെ തൈയുണ്ട്. അതേപോലെ തന്നെ 10 തക്കാളി തൈകളുണ്ട്. പിന്നെ ഇത് കാന്താരിമുളകിൻ്റെ തൈയാണെന്നാണ് അവർ പറഞ്ഞത്. ഇതും 7 ഉണ്ട്. 7 കാന്താരിമുളകിൻ്റെ തൈകളുണ്ട്. അതേപോലെ തന്നെ റെഡ് ലേഡി പപ്പായയുടെ തൈകൾ 2 ഇതേപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലായിട്ടാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാലും മാറ്റി നട്ടാലും തൈകൾക്കൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഇത്രയും പച്ചക്കറി തൈകളാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വെച്ചാൽ പിന്നെ നമുക്ക് കിട്ടിയേക്കുന്നത് ഇത് ഫിഷ് അമിനോ ആസിഡാണ്. പിന്നെ കിട്ടിയേക്കുന്നത് സമ്പൂർണ്ണ എന്ന് പറയുന്ന ഒരു മൈക്രോ ന്യൂട്രിയൻ്റാണ്. നമ്മൾ പച്ചക്കറികൾക്ക് വളരെ കുറഞ്ഞ അളവിലിട്ട് കൊടുക്കേണ്ട ഒരു മൈക്രോ ന്യൂട്രിയൻ്റാണ് സമ്പൂർണ്ണ. പിന്നെ ഉള്ളത് സ്യൂഡോമോണസ് ആണ്. ഇതെല്ലാം 1/2 കിലോ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ട്രൈക്കോഡർമയാണ്. നമുക്കറിയാമല്ലോ, വേരുകളുടെ സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. മണ്ണിൻ്റെ കൂടെയിട്ട് പച്ചക്കറി തൈകൾ നടുമ്പോഴും അതുപോലെ തന്നെ പറിച്ചു നട്ട ചെടികൾക്കും നമ്മളിട്ട് കൊടുക്കാറുണ്ട് ട്രൈക്കോഡർമ. സ്യൂഡോമോണസ് നമ്മൾ ഇതുപോലെ പച്ചക്കറി തൈകളുടെ വേര് ചീച്ചിൽ പോലുള്ള രോഗങ്ങൾക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെയെന്ന് വെച്ചാൽ ബിവേറിയാണ്. അതൊരു ജൈവ കീടനാശിനിയാണ്. നമ്മുടെ പച്ചക്കറി തൈകളിൽ വരുന്ന പുഴുക്കൾ, അതുമാതിരി കേടുബാധകളൊക്കെ വരുന്നതിന് നമ്മളിത് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. ബിവേറിയ ബാസിയാന എന്ന് പറഞ്ഞിട്ട് ഒരു ജൈവ കീടനാശിനിയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഡോളോമൈറ്റ് ആണ്. കണ്ടോ, 5 കിലോ ഡോളോമൈറ്റ് ഉണ്ട്. പിന്നെ ഉള്ളത് വെർമി കമ്പോസ്റ്റും നമുക്കത് ഇത്രയും കിട്ടിയിട്ടുണ്ട്, വെർമി കമ്പോസ്റ്റ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ പദ്ധതിയുടെ പേര് ന്യൂട്രീഷൻ ഗാർഡൻ എന്നാണ്. പോഷക കൃഷിത്തോട്ടം, പോഷകത്തോട്ടം അങ്ങനെ എങ്ങാണ്ടാണ് മലയാളത്തിൽ അതിലെഴുതിയിരിക്കുന്നത്. ന്യൂട്രീഷൻ ഗാർഡൻ എന്നാണ് ഈ പദ്ധതിയുടെ പേര്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൃഷിഭവൻ വഴി നമുക്ക് അറിയിപ്പ് വരും. അപ്പോൾ നമ്മൾ കൃഷിഭവൻ്റെ അറിയിപ്പുകൾ വരുന്ന വാർഡിലെ ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ കൃഷിഭവൻ നേരിട്ടായിട്ടോ വരുന്ന ഗ്രൂപ്പുകളിൽ നമ്മുടെ നമ്പർ ആദ്യം തന്നെ ആഡ് ചെയ്യിക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്ന അറിയിപ്പുകളെല്ലാം നമുക്ക് നേരിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ കിട്ടുന്നതനുസരിച്ച് അവരൊരു ഡേറ്റ് പറയും. ആ ഡേറ്റിൽ ആദ്യം ചെല്ലുന്നവർക്കാണ് ഇത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അവർ തീരുന്ന പ്രകാരം അവ കൊടുക്കൽ തീർക്കുകയും ചെയ്യും. നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ സമയം കളയാതെ അവർ പറയുന്ന സമയത്തിനുള്ളിൽ ചെന്ന് നമ്മൾ സാധനങ്ങൾ കൈപ്പറ്റാനായിട്ട് നോക്കുക. പിന്നെയെന്ന് വെച്ചാൽ ചെല്ലുമ്പോൾ കൊണ്ട് ചെല്ലേണ്ടത് എന്താണെന്ന് വെച്ചാൽ കരം തീർത്ത രസീതാണ്. കരം തീർത്ത രസീതിൻ്റെ കോപ്പി, കരം തീർത്ത രസീത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പോൾ അതിൻ്റെ കോപ്പി കൊടുക്കുക. പിന്നെയെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒരു ഫോം ഫില്ല് ചെയ്യാൻ തരും. അതിൽ നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ എഴുതാനുണ്ട്. നമ്മൾ ആധാർ കാർഡിൻ്റെ നമ്പർ അല്ലെങ്കിൽ ഫോട്ടോയിൽ നമ്മൾ ഫോണിൽ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയാലും മതി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. പിന്നെ നമ്മുടെ അഡ്രസ്സ്, അത്രയേ ഉള്ളൂ, ഫോൺ നമ്പർ. ഇത്രയും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത്രയും സാധനങ്ങൾ 800 രൂപയുടെ സാധനങ്ങളാണ് ഇത് മൊത്തമായിട്ടുള്ളത്. അത് 500 രൂപ സബ്സിഡി കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് 300 രൂപയ്ക്കാണ്. 300 രൂപയ്ക്ക് നമുക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടുവാണ്. അപ്പോൾ ഇത്രയും പച്ചക്കറികളും നമുക്ക് കിട്ടുകയാണല്ലോ. ഇത്രയും പച്ചക്കറികളും ഇത്രയും വളങ്ങളും കീടനാശിനികളും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ ദിവസങ്ങളിലായിരിക്കും. ഞാനിപ്പോൾ ഇതിനു മുമ്പും 2 അറിയിപ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പച്ചക്കറി തൈകളും പോട്ടിംഗ് മിക്സും അതേപോലെ തന്നെ ചെടിച്ചട്ടികളുമൊക്കെ കൊടുക്കുന്ന ഒരു വീഡിയോ ഞാനിതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിനു മുമ്പ് വളങ്ങൾ കൊടുക്കുന്ന, കൃഷിഭവൻ വഴി നേരിട്ട് കൊടുക്കുന്ന വളം കൊടുക്കുന്നതിൻ്റെ ഒരു ഇതും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് കണ്ടിട്ടുണ്ട്. ചിലർ പറയുന്നു അവരറിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ഥലങ്ങളിൽ നിങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവരവരുടെ കൃഷിഭവൻ വഴി നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. എല്ലാ സ്ഥലങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഇതല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള പദ്ധതികളുണ്ടാവും. അപ്പോൾ അത് ഏത് പദ്ധതിയാണോ നമുക്ക് കിട്ടാനുള്ളതെന്ന് വെച്ചാൽ നമ്മളത് വാങ്ങിച്ചെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാവരും ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിട്ടത്.
അപ്പോൾ എല്ലാവരും അവരവരുടെ കൃഷിഭവനിലൊന്ന് അന്വേഷിച്ച് നോക്കുക കേട്ടോ. താങ്ക്